Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ജൂലൈ 8-ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതിൽ ആദ്യമായി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ്, എക്സാമിനേഷൻ ടിപ്സ്, ദെൻ എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് BCom സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ് SI ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ BCom BBA സ്റ്റുഡൻസിന് 5 പേപ്പേഴ്സും സെക്കൻഡ് സെമസ്റ്ററിലെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ BCom സ്റ്റുഡൻസിന് സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ സിലബസ് ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. നമ്മൾ +1 പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് ആണ് സിംഗിൾ എൻട്രീനെ റിലേറ്റ് ചെയ്തിട്ട്. ദെൻ ബാലൻസ് വരുന്നതൊക്കെ കമ്പനി അക്കൗണ്ട്സ് ആണ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂള് ഇഷ്യൂ ഷെയർസ് കമ്പനിയുടെ. ദെൻ തേർഡ് മൊഡ്യൂള് ഡിബഞ്ചർ ആണ്. ഫോർത്ത് മൊഡ്യൂള് വരുന്നത് IFRSന്റെ തിയറി ആണ്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂള് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്. ഇതാണ് 5 മൊഡ്യൂൾ വരുന്നത്. സോ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന മൊഡ്യൂൾ ഏതൊക്കെയാണ്, ദെൻ അത് മാത്രമല്ല SI ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. സോ ഇതിൽ ഒരു എന്താണ് പറയുക 50% മാർക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 80 ഒരു 39 മാർക്ക് വരെ വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 2 ആണ്, കമ്പനി അക്കൗണ്ട്സ്. ഏറ്റവും കൂടുതൽ മാർക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് എയിൽ 15 ചോദ്യങ്ങളിൽ 7 ചോദ്യം 2 മാർക്സിൻ്റെ 7 ചോദ്യം വരും. ദെൻ പാർട്ട് ബിയിൽ 3 ചോദ്യങ്ങൾ വരെ, 2 പ്രോബ്ലം 1 തിയറിയും 15 മാർക്ക്. SI കമ്പൽസറി ആയിട്ട് വരണം. അങ്ങനെ 3 പാർട്ടും കൂടി ടോട്ടൽ നമുക്ക് 39 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, 80-ൽ 39 എന്ന് പറയുമ്പോൾ ഏകദേശം 50% മാർക്സ് വരുന്നത് ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്നാണ്. ഓക്കെ, ദെൻ നിങ്ങൾ ചാപ്റ്റർ നമ്പർ 1 കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 80%, 60 മാർക്കിൻ്റെ അടുത്ത് വന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 80 60 മാർക്സിൻ്റെ അടുത്ത്, ഒരു 80% മാർക്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് തന്നെയാണ്. പിന്നെ വരുന്നതൊക്കെ ഈ പറയുന്ന ഡിബഞ്ചർ, അതിൽ നിന്ന് 2 മാർക്സ് ചോദ്യങ്ങൾ 1-2, 5 മാർക്കിൻ്റെ ഒരെണ്ണം. ദെൻ ഈ പറയുന്ന IFRSൽ നിന്ന് തിയറി ഒരെണ്ണം SC ആയിട്ട് വരും. ദെൻ 5 മാർക്കിൻ്റെ തിയറി ഒരെണ്ണം, 2 മാർക്സിൻ്റെ തിയറി 2 ഇങ്ങനെയാണ് വരുന്നത് തിയറി ചോദ്യങ്ങൾ. ദെൻ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു SI പ്രോബ്ലം ഫൈനൽ അക്കൗണ്ടിൻ്റെ, ദെൻ 2 മാർക്സിൻ്റെ തിയറി. ഇങ്ങനെയാണ് 5 മൊഡ്യൂളിൽ നിന്നും വരുന്ന ചോദ്യങ്ങളുടെ പ്രപ്പോർഷൻ. സോ നമ്മുടെ ചങ്ക് മൊഡ്യൂൾ എന്ന് പറയുന്നത് നിസ്സംശയം പറയാം നമ്മുടെ ആദ്യത്തെ 2 മൊഡ്യൂളാണ്. ആദ്യത്തെ 2 മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ SI 2 കിട്ടി, 2 മാർക്സും 5 മാർക്സും ഒക്കെ മെജോറിറ്റി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിലാദ്യം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി ആണ്. അപ്പോൾ ഇവിടെ അക്കൗണ്ട്സിൻ്റെ ബേസ് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് ആ ബേസും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. +2 നിങ്ങൾ പഠിച്ച് അവസാനിപ്പിച്ച ഇവിടെ നമുക്ക് നേരെ സിംഗിൾ എൻട്രി ആണ് നോക്കാനുള്ളൂ. ഒരു ഓഡ് 1 ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു സിലബസിൽ. അപ്പോൾ ഇതിൽ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ്, നിർബന്ധമായും പഠിക്കുക. ദെൻ അതിൻ്റെ മെറിറ്റ്സിൻ്റെ ഡിമെറിറ്റ്സിൻ്റെ നിർബന്ധമായും പഠിക്കണം, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്.
സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന കൺവേർഷൻ മെത്തേഡ് എന്താണ്, 2 മാർക്സിന്റെ ചോദ്യം. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിന്റെ ആയിട്ട് വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. അത് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്ലാനിൽ വരച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എസ്എക്ക് നമുക്ക് വരാറ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് 5 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് എസ്എക്കും വരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ കൺവേർഷൻ മെത്തേഡിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ടോട്ടൽ പർച്ചേസ് കാണാനോ ടോട്ടൽ സെയിൽസ് കാണാനോ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് സാധാരണ വരാറ്. ഈ പറയുന്ന എന്താണ് ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടൊക്കെ വരച്ചിട്ട് അതൊരെണ്ണമാണ് സാധാരണ 5 മാർക്കിന്റെ ആയിട്ട് വരാറ്. ദെൻ 2 മാർക്സിന്റെ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്താണ്, കൺവേർഷൻ മെത്തേഡ് എന്താണ്, ഇതൊക്കെയാണ് 2 മാർക്കിന്റെ കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ തിയറിക്ക് 2 മാർക്കിന്റെ 1-2 ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്ലാനിൽ വരച്ചിട്ടുള്ള കാൽക്കുലേഷൻ 5 മാർക്കിന്റെയും എസ്എക്കും വരും. എസ്എക്ക് കമ്പൽസറി ആയിട്ട് ഒരെണ്ണം ഉണ്ടായിരിക്കും. ദെൻ കൺവേർഷൻ മെത്തേഡില് ഡെറ്റേഴ്സ് അക്കൗണ്ടോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടൊക്കെ വരച്ചിട്ട് ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം വരും. ഓക്കെ, അപ്പം അങ്ങനെ 3 പാർട്ടിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന അതാണ് ഈ ഒരു മൊഡ്യൂൾ എന്നുള്ള ചോദ്യങ്ങൾ കേട്ടോ. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ, ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു മാർക്സ് വരുന്ന മൊഡ്യൂളാണ് കമ്പനി അക്കൗണ്ട്സ്. ഇത് വിട്ടിട്ട് ഒരു കളിയില്ല. ഓക്കെ, ഇതിൽ നിന്ന് വരുന്നത് കമ്പനി എന്താണ്, ഡിഫൈൻ കമ്പനി 2 മാർക്കിന്റെ ചോദ്യം. ദെൻ ഇഷ്യൂ ഷെയർസ് എന്താണ്, 2 മാർക്കിന്റെ ചോദ്യം. ഓക്കെ, ദെൻ കമ്പനിയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള കമ്പനി ഉണ്ട്, ലിമിറ്റഡ് ബൈ ഷെയർസ്, ഗ്യാരണ്ടി, അൺലിമിറ്റഡ്, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 1% കമ്പനി, അങ്ങനെ പലതരത്തിലുള്ള കമ്പനി ഇല്ല, ഡൊമസ്റ്റിക് കമ്പനി, അതൊക്കെ ജസ്റ്റ് നോക്കാം. 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വരാം. ഓക്കെ, ദെൻ ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ എന്താണ്, അതിൽ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ്, പെയ്ഡ് അപ്പ്, അൺകോൾഡ്, റിസർവ് ക്യാപിറ്റൽ, ഇതൊക്കെ എന്താണെന്ന് നോക്കി വെക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് വരാം. ഓക്കെ, റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 2 മാർക്കിന് വരുന്നതാണ് റിസർവ് ക്യാപിറ്റൽ എന്താണ്, ക്യാപിറ്റൽ റിസർവ് എന്താണ്. റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. ഒന്നെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യമായിട്ടോ 5 മാർക്കിന്റെ വരാറുള്ളതാണ്. റിസർവ് ക്യാപിറ്റൽ എന്താണ്, ക്യാപിറ്റൽ റിസർവ് എന്താണ്, റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദെൻ ഇക്വിറ്റി ഷെയർ എന്താണ്, പ്രിഫറൻസ് ഷെയർ എന്താണ്, ഡിബഞ്ചർ എന്താണ്, ദെൻ അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയറും അതുപോലെ തന്നെ ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായും പഠിക്കണം. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്, ഷെയറും ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ പ്രിഫറൻസ് ഷെയർസ് എന്താണ് സെപ്പറേറ്റ് പഠിക്കുക. പ്രിഫറൻസ് ഷെയർസിൽ പല കാറ്റഗറൈസേഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം, അതിൽ കൺവെർട്ടബിളോ നോൺ കൺവെർട്ടബിളോ, ക്യുമുലേറ്റീവ് നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് നോൺ പാർട്ടിസിപ്പേറ്റീവ്, റെഡീമബിൾ ഇറഡീമബിൾ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 2 മാർക്കിന്റെ മിക്ക പേപ്പറിലും കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ഇസോപ്പ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്ലാൻ. സോ ഇസോപ്പ് എന്താന്നുള്ളത് മിക്ക പേപ്പറിലും വരാറുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കിന്റെ ചോദ്യം നിർബന്ധമായും നോക്കിയിരിക്കണം. ഓക്കെ, ദെൻ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം പേപ്പറിൽ നടന്നതാണ് ഇഷ്യൂ ഷെയർസ്, അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ നടത്തുന്നു, ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി, അല്ലേ, ആ ഒരു ഓർഡറില്ലേ, നമ്മൾ അതിന്റെ ബേസിലാണ് ജേണൽ എൻട്രി ഒക്കെ എഴുതുന്നത്. ആ ഒരു ഓർഡർ എഴുതാൻ വേണ്ടിയിട്ട് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് മറ്റൊരു തിയറി ചോദ്യം. ദെൻ 2 മാർക്കിന്റെ ചോദ്യം മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. പ്രോറാറ്റ അലോട്ട്മെന്റ് എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. കോൾസ് ഇൻ അരിയേഴ്സ് എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം.
കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്? നിർബന്ധമായും പഠിച്ചിരിക്കണം. ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ്? നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പൊ ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ ആനുവൽമെന്റ് ഓഫ് ഫോർ ഫീച്ചർ 2 മാർക്കിനിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ 2 മാർക്സിന്റെ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം 15 ചോദ്യങ്ങളിൽ 7 ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കും. ദെൻ മറ്റ് ചോദ്യങ്ങളിലോട്ട് പോകുമ്പോൾ ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ എന്താണ്? ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം എന്താണ്? ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിനെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രത്തോളം ചോദ്യങ്ങളുള്ള ദെൻ എല്ലാ പേപ്പറിലും വരുന്നതാണ് 5 മാർക്കിൻ്റെ പ്രോബ്ലം ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ഷെയർസിന്റെ. അത് 2 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. പിന്നെ ഒരു തിയറി ചോദ്യം, നേരത്തെ പറഞ്ഞ ഷെയറും ഡിബഞ്ചറും നമ്മൾ ഡിഫറൻസോ അതല്ലെങ്കിൽ ഷെയറും പ്രിഫറൻസ് ഷെയർസിന്റെ തിയറി, അതല്ല അങ്ങനത്തെ റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ 5 മാർക്കിൻ്റെ തിയറി ആയിട്ടും വരാറുണ്ട്. ദെൻ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് എസ്സേക്ക് പ്രോബ്ലം 10 മാർക്കിന്റെ. അങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പ്രോബ്ലം ആയിട്ടും തിയറി ആയിട്ടും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. ഫോർ ഫീച്ചർ, പിന്നെ കോൾസ് ഇൻ അരിയേഴ്സ്, കോൾസ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ 2 മാർക്കാണ് കേട്ടോ. ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്, പാർ, പ്രീമിയം, ഓവർ സബ്സ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു. പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണ്? 2 മാർക്കിന്റെ ചോദ്യമാണ്. ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റലൊക്കെ പറഞ്ഞത് നോക്കണം, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. പിന്നെ ഇഷ്യൂ ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, 2 മാർക്കിന്റെ തിയറി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇഷ്യൂ ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പ്രോബ്ലംസ് ആണ് നമ്മൾ മുഴുവനായിട്ട് നോക്കേണ്ടത്. ഇതിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും വിട്ടുകളയരുത് കേട്ടോ. പിന്നെ റീഷ്യോ ഷെയർസ് എന്താണ്? റീഷ്യോ ഫോർ ഫീറ്റഡ് ഷെയർസ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കുള്ളതാണ് റീഷ്യോ ഫോർ ഫീറ്റഡ് ഷെയർസ് 2 മാർക്സിന്റെ. അപ്പോൾ ഇതൊക്കെ നോക്കിയിരിക്കണം. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം എന്താണ്? അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുള്ളതാണ്. ഞാൻ ഇനി പറയുന്നില്ല, ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, ഇതൊക്കെ വരും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 39 മാർക്കിൻ്റെ ചോദ്യങ്ങളുള്ള ഒരു മൊഡ്യൂളാണ് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ഷെയർ. നെക്സ്റ്റ് ഡിബഞ്ചർ ആണ്. ഡിബഞ്ചറിൽ നിന്ന് 2 മാർക്കിൻ്റെ ഒരു ചോദ്യം, 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം, ഇതാണ് വരാറ്. അതിൽ ഡിബഞ്ചർ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, അതിൽ ബെയറർ ഡിബഞ്ചേഴ്സോ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സോ അങ്ങനെ പലതരത്തിലുള്ള ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് 2 മാർക്കിൻ്റെ വരാറ്. പിന്നെ പ്രോബ്ലം, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം, അതാണ് സാധാരണ വരാറ്. അതല്ലെങ്കിൽ വേറൊരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട് നമുക്ക്, എന്താണ് ഇഷ്യൂ അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂ ഡിസ്കൗണ്ട്, റിഡീമബിൾ അറ്റ് പാർ, അങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യമില്ലേ, അത് വരാറുണ്ട് 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ട്. അപ്പോൾ ഡിബഞ്ചറിൽ നിന്ന് ആ ഒരു ടൈപ്പ് ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂ അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പ്രീമിയം, ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ടും ഒരു 5 കാറ്റഗറി ഉണ്ട്. അതിൻ്റെ എൻട്രി പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ഒരു ടൈപ്പ് വരാറുണ്ട് കേട്ടോ. അതാണ് ഇതിൽ നിന്ന് പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ വരാറ്. 5 മാർക്കിൻ്റെ ഒരെണ്ണം വരാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിരിക്കണം. പിന്നെ ഡിബഞ്ചറിൻ്റെ പല കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരെണ്ണം, രജിസ്റ്റേർഡോ ബെയററോ നേക്കഡ് ഡിബഞ്ചേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വൈഡായിട്ട് ഇതിൽ കാണാൻ സാധിക്കും. ബട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ബെയറർ, സെക്യൂർഡ്, കൺവേർട്ടബിൾ ഡിബഞ്ചർ, പിന്നെ ബോണ്ട് എന്താണ്, ഡിബഞ്ചർ എന്താണ്, അതിൻ്റെ ഡിഫറൻസ്, ഇതൊക്കെ നോക്കാം കേട്ടോ തിയറി ആയിട്ട്. ഒരു 7 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 മാർക്സിൻ്റെ ഒരെണ്ണം, 2 മാർക്സിൻ്റെ ഒരെണ്ണം. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, IFRS, കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കിൻ്റെ ഒരു തിയറി, ദെൻ 5 മാർക്കിൻ്റെ ഒരു തിയറി, 2 മാർക്കിൻ്റെ ഒരു 2 ചോദ്യങ്ങൾ, അങ്ങനെ ഒരു 19 മാർക്ക് വരുന്ന ഒരു മൊഡ്യൂളാണിത്. തിയറിയാണ് മൊത്തം വരാറ്. ഓക്കെ, സോ ഇതിൽ ആദ്യം തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം. ബെനഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കിയിരിക്കണം. ദെൻ ASB, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ASB, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ് 2 മാർക്സിൻ്റെ. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനിൽ വരുന്നത് IFRS എന്താണ്,
2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. NFRA എന്താണ്? 2 മാർക്കിൻ്റെ. ഇതൊക്കെ എന്താണെന്നാണ് ചോദിക്കുന്നത്. NFRA എന്താണ്? ദെൻ IFRSൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രോസസ്സ്, ഇതൊക്കെ നോക്കുക. റിപ്പീറ്റ് ആണ് കേട്ടോ. പിന്നെ IFRS കൺവേർജൻസ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. IFRSൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, IFRS കൺവേർജൻസ്, അതിൻ്റെ സ്കോപ്പ്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ IFRSനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ പേപ്പറിലും വരുന്നതാണ്. 2 മാർക്സ്. പിന്നെ ASB, IASB, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ തിയറി ആയിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിയറിക്ക് നോക്കുക. IFRS കൺവേർജൻസ് നോക്കിയിരിക്കണം. അതിൻ്റെ ബെനഫിറ്റ്സ് ഉണ്ട് IFRS കൺവേർജൻസിൻ്റെ നോക്കിയിരിക്കണം. FASB ഉണ്ട് എന്താണെന്ന്. ഇപ്പം 2 മാർക്സിൻ്റെ ഏതെങ്കിലും ഒരു അതോറിറ്റി ASBയോ IASBയോ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, IFRS എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, IFRS കൺവേർജൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 മാർക്കിൻ്റെ പറഞ്ഞ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു എന്താണെന്ന്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ IFRS ഇതൊക്കെ എന്താണ്, അതിൻ്റെ ഫീച്ചർ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് 5 മാർക്കിൻ്റെയിലും SAയ്ക്കും വരാറുണ്ട്. നിർബന്ധമായി നോക്കിയിരിക്കണം. SAയ്ക്ക് എന്താണ് എല്ലാ പ്രാവശ്യവും ഒരെണ്ണം മിക്ക പേപ്പറിലും ഉണ്ടായിരിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതിൻ്റെ നീഡ്, ഇമ്പോർട്ടൻസ്, ദെൻ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ നീഡും ഇമ്പോർട്ടൻസും എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. പിന്നെ ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണ്, ഗ്യാപ്പ്, അതൊരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5, ലാസ്റ്റ് മൊഡ്യൂള്. ഇതിൽ നിന്ന് കണ്ടുവരാറ് ഒരു essay, ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം, ഇതിന് 5 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയുടെ ഒരു പ്രോബ്ലം വരാം. അത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വരാം. പിന്നെ നമുക്ക് 2 മാർക്കിൻ്റെ ഒരു തിയറി ചോദ്യം, ബാലൻസ് ഷീറ്റ് എന്താണെന്നോ, ദെൻ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്താണെന്നുള്ളൊരു ചോദ്യം, ബാലൻസ് ഷീറ്റ് എന്താണെന്നുള്ളൊരു ചോദ്യം, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്താണെന്നുള്ളൊരു ചോദ്യം. ഇതൊക്കെയാണ് 2 മാർക്കിൻ്റെ ഇതിൽ നിന്ന് വരാറ്. അപ്പോൾ നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. പിന്നെ ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എപ്പോഴും ഡിവിസിബിൾ പ്രോഫിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഡെഫേർഡ് ടാക്സ് എന്താണ്, ഡെഫേർഡ് ടാക്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, കണ്ടിൻജൻറ്റ് അസറ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയും പ്രോബ്ലവും ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ തിയറി ആയിട്ടും അതിൻ്റെ പ്രോബ്ലം പ്രതീക്ഷിക്കാം. ദെൻ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്താണ്, CDT എന്താണെന്നുള്ളത് പ്രതീക്ഷിക്കാം. ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഫൈനൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം 2 മാർക്കിൻ്റെ. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് 2 മാർക്കിൻ്റെ തിയറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഫൈനൽ അക്കൗണ്ട് ഒരു പ്രോബ്ലം കമ്പൽസറി ആണ്, എല്ലാ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രൊവിഷൻ എന്താണ്, റിസർവ് എന്താണ്, പിന്നെ ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും ഒക്കെ ഞാൻ പറഞ്ഞു. ഡിവിസിബിൾ പ്രോഫിറ്റ്, പിന്നെ പ്രിലിമിനറി എക്സ്പെൻസസ് എന്താണ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, കണ്ടിൻജൻറ്റ് അസറ്റ്, ഇത് നോക്കിയിരിക്കണം. ദെൻ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്താണ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. ഓക്കെ, സോ ഇതൊക്കെ 2 മാർക്കിൻ്റെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുവന്നിട്ടുള്ളതാണ്. ഫൈനൽ അക്കൗണ്ട് ഒരു പ്രോബ്ലം നിർബന്ധമായും നമുക്ക് പ്രതീക്ഷിക്കാം 10 മാർക്കിൻ്റെ എസ്റ്റിമേറ്റ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 5 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ 2 essay കിട്ടണമെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു essay എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനി അക്കൗണ്ട്സിൽ ഇഷ്യൂ ഷെയർസിൽ നിന്നൊരു essay ഉണ്ടായിരിക്കും. അത് രണ്ടും പഠിച്ചാൽ തന്നെ essay കിട്ടി. പിന്നെ IFRSൽ നിന്നൊരു തിയറി, ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം, essay. ഇതാണ് essay. 2 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞു 7 ചോദ്യങ്ങളടക്കം ഏതിൽ നിന്നാണ് വരുന്നത്, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ്. 2 ചോദ്യം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്, 9 അങ്ങനെ തന്നെ കിട്ടി. പിന്നെ പ്രോബ്ലം നോക്കുമ്പോൾ ഈ പറയണ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 2 പ്രോബ്ലം ഉണ്ടായിരിക്കും, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 1 പ്രോബ്ലം, അങ്ങനെയാണ് വരാറ്. 3 പ്രോബ്ലം, 2 തിയറി ഓരോ മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ക്രൂഷ്യൽ മൊഡ്യൂൾ ആദ്യത്തെ 2 ബാക്കിയുള്ളതൊക്കെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ BComലെ എൻറ്റയർ ഡീറ്റെയിൽസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, എക്സാം ടിപ്സ്, ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും.
നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.